മോദിയുടെ 12 വർഷം, മൂന്നാമത്തെ ടേമിൽ രണ്ടാമത്തെ വർഷം, അതായത് ഇന്ത്യയിലെയും സോഷ്യൽ മീഡിയയിലെയും മീഡിയ, അതേപോലെ സാറ്റലൈറ്റ് ചാനലിലൊക്കെ നടക്കുന്ന ഡിസ്കഷനാണ് മോദി ഇന്ത്യക്ക് വേണ്ടി കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്. വലിയ ചർച്ച നടക്കുന്ന ഈ ഗോദി മീഡിയ ഭയങ്കര സംഭവമായിട്ട് അതിനെ മറ്റുള്ളവരൊന്നും ആയിരുന്നില്ലേ, എല്ലാം ചെയ്തത് മോദിയാണ്, ഇന്ത്യ ഉണ്ടാക്കിയത് മോഡിയാന്നുള്ള രീതിയിലും BJP ആണെന്നുള്ള രീതിയിലുമാണ് സംസാരങ്ങളും ഡിസ്കഷൻ നടക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ പേടി. എന്താണ് നെഹ്റു? നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന. എലക്റ്റഡ് ആയിരുന്നില്ല, കാരണം 3 ടേമാണ്, അത് കഴിഞ്ഞിട്ട് 2 ടേമാണ്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അൺഇലക്റ്റഡ് ആയിട്ട് കൂടെ ഏകദേശം ടോട്ടൽ 17 വർഷമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു, അതേപോലെ 2014 ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു, ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കണം, ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ബേസിക്കലി ആ ഒരു സമയത്ത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്. കോൺഗ്രസ് ആണ് മുന്നണി പോരാളികളായിട്ട് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി. സാമ്പത്തികമായിട്ട് മുഴുവനും അവരുടെ വെടിയങ്ങ് തീർന്നു. അവർക്ക് ഇന്ത്യയിൽ അതേപോലെ ഒരു പട്ടാളത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് എല്ലാ മാസവും സാലറി കൊടുക്കാനുള്ള പണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് അവർ എങ്ങനെങ്കിലും ഈ ഭരണം ഇന്ത്യക്കാരുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ തയ്യാറായത്. ഇതാണ് അതിൻ്റെ ബേസിക് സംഭവം. അല്ലാതെ ഇന്ത്യയിൽ അന്നുണ്ടായ വലിയ പ്രക്ഷോഭമൊന്നും ആയിരുന്നില്ല, കാരണം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ കയ്യിൽ പണമില്ല. അപ്പോഴിവർ ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇതാണ് ഈ സ്മൂത്തായിട്ട് ആ സമയത്ത് തന്നെ മനസ്സിലാക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി ആലോചിച്ചത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മേധാവിയായിട്ട് ഒരു ബ്രിട്ടീഷുകാരനെ കുറച്ച് നാൾ വെക്കാം, എന്നിട്ട് ഒരു ഇന്ത്യക്കാരൻ വരട്ടെ. പക്ഷേ ഇന്ത്യയിലെ ചില സൈനിക ഉദ്യോഗസ്ഥന്മാർ അതിനെ എതിർത്തു. അങ്ങനെയാണ് ഈ പറയുന്ന കുടകിലുള്ള ജനറൽ കാര്യപ്പ ഇന്ത്യൻ സൈനിക മേധാവിയായിട്ട് വരുന്നത്. കാരണം ഇന്ത്യയുടെ സ്ഥിതി അന്ന് വളരെ മോശമാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ നടക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ നടക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് മനസ്സിലാക്കണം. അന്ന് ഇന്ത്യൻ സൈന്യത്തിലുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരും പിന്നീട് ഈ ഗൂർഖ റെജിമെൻ്റ് അവരാണ് ഏറ്റവും കൂടുതൽ. അല്ലാതെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ വളരെ കുറവായിരുന്നു. ഇതായിരുന്നു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പട്ടാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പട്ടാളത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതായത് സ്റ്റാഫ് ട്രെയിനിങ് കോളേജും ഇപ്പോൾ ഊട്ടിയിലും ഒക്കെയുള്ള ട്രെയിനിങ് കോളേജ്, ഇതൊക്കെ ഉണ്ടായിരുന്നത് ബേസിക്കലി പാകിസ്ഥാനിൽ. പിന്നീട് നമ്മളിതെല്ലാം ബിൽഡപ്പ് ചെയ്തെടുക്കുമായിരുന്നു. അതേപോലെ ഗൂർഖ റെജിമെൻറ്റിന് ശമ്പളം കൊടുക്കാം, അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നത്, കാരണം പാകിസ്ഥാൻ്റെ പണമില്ല അവർക്ക് ശമ്പളം കൊടുക്കാൻ. അങ്ങനെ നമ്മൾ ഗൂർഖ റെജിമെൻറ്റിനെ ഉണ്ടാക്കി. കാരണം നേപ്പാളിലുള്ള ഗൂർഖകളെ വെച്ചിട്ട് ആ പട്ടാളക്കാരെ നമ്മൾ കൂടെ നിർത്തി. അതൊരു ചരിത്രമാണ്. വേറെ സന്ദർഭം വരുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. മനസ്സിലാക്കുക, നെഹ്റു എന്ന് പറഞ്ഞ ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ കോൺഗ്രസ് അല്ല ഈ പറയുന്ന BJPയുടെ ആരെങ്കിലും ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എങ്കിൽ, ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഈ കാണുന്ന മാപ്പിലുള്ള രാജ്യമേ ആയിരിക്കുകയില്ല. അന്നും മനസ്സിലാക്കണം, അന്നും ഈ തമിഴ് ദ്രാവിഡിയൻ മൂവ്മെൻ്റ് എന്ന് പറയുന്ന കത്തി നിൽക്കുന്ന സമയം, അതിനു മുമ്പ് വളരെ കത്തി നിൽക്കുന്ന സമയമാണ് ഈ ദ്രാവിഡിയൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് പെട്ടെന്നുണ്ടായ മൂവ്മെൻ്റ് ഒന്നും അല്ല. അവിടെ ഈ പറയുന്ന ഉന്നത അപ്പർ കാസ്റ്റുമായിട്ട് ചേർന്നുള്ള ഇഷ്യൂ ആണ്. അന്നും അതിനകത്ത് ഇളക്കങ്ങളും ബഹളവും ഒക്കെ അവിടെ നടക്കുന്ന സമയമാണ്. നോർത്ത് ഈസ്റ്റ് നിങ്ങൾക്കറിയാം, 1971 സിക്കിമൊക്കെ നമ്മുടെ കൂടെ. ഈ നോർത്ത് ഈസ്റ്റ് പറയുന്ന സംഭവം അതും വേറെ ആയിട്ടങ്ങ് പോയേനെ. കംപ്ലീറ്റ് നോർത്ത് ഈസ്റ്റ്, ആസാം ഒഴികെ അത് വേറൊരു രാജ്യമായിട്ട് പോയേനെ. ഇൻക്ലൂഡിങ് തിരുവിതാംകൂർ.
അതായത് ട്രാവൻകൂർ, അവരെന്താ തീരുമാനിച്ചത്? അവർ ഒറ്റയ്ക്ക് ജീവിക്കുക, അവർ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് രാജ്യമാകണം. എന്താണ് നൈസാമിൻ്റെ ഹൈദരാബാദ്, അവർ പാകിസ്ഥാനിൽ പോകാൻ തീരുമാനിച്ചു. അവിടെയാണ് നെഹ്റുവിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ അഖണ്ഡ ഭാരതം ഒറ്റ രാജ്യമാക്കി. ഇന്ത്യയുടെ കൊടിയുടെ താഴെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നു. അതാണ് നെഹ്റു ഇന്ത്യക്ക് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു ചെറിയ രാജ്യമായി മാറിയേനെ. അതാണ് ഈ പറയുന്ന അന്നത്തെ റൈറ്റ് വിങ് ലീഡേഴ്സ് ആരെങ്കിലും പ്രധാനമന്ത്രിയോ കീ പോസ്റ്റിലോ ആയിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം, ഈ പറയുന്ന ഇന്ത്യ, ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാവുകയില്ല. അതാണ് നെഹ്റു കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. പിന്നെ നെഹ്റു ഇന്ത്യക്ക് കൊടുത്ത കോൺട്രിബ്യൂഷനാണ് ജനാധിപത്യം. ആ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുക, അവരുടെ പ്രതിനിധികളായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന പഴയ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ, അവർക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ജനങ്ങളെ കൂടെ നിർത്തി വോട്ടിങ്ങിൽ കൂടെ. കാരണം എല്ലാവർക്കും വോട്ടവകാശമുണ്ട്, അവർ തിരഞ്ഞെടുക്കും ആരാണ് അവരെ ഭരിക്കേണ്ടത്. അതും നെഹ്റു ഇന്ത്യക്ക് കൊടുത്ത ഏറ്റവും വലിയ സംഭാവനയാണ്. ഈ പറയുന്ന മോദിജി, നമ്മുടെ മോദിയാണെങ്കിലും ഇപ്പോഴത്തെ BJP ഗവൺമെൻറ് ശ്രമിക്കുന്നത് എന്തുവാ? അതായത് 1 നേഷൻ 1 വോട്ട്, അതേപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ്, ഇത് കൊടച്ചക്രം, ഇവിടെ റിസർവേഷൻ ഉണ്ടാകണ്ട, ആ ഒരു രീതിയിൽ ഈ സംഭവം ഈ പറയുന്ന മോദി ഇനിയും കൊണ്ടുവന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരുമിച്ച് ഒരിക്കലും നിൽക്കില്ല. അതുകൊണ്ടാണ് ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കാത്തത്, കാരണം നിൽക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത നെഹ്റുവിൻ്റെ മുമ്പിൽ അദ്ദേഹം ഇന്ത്യയിലെ ഗുരുവായിട്ട് എവിടെയും പോയിട്ടില്ല. അദ്ദേഹം വിദേശത്ത് പഠനം കഴിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ഹൈലി ഇൻ്റലക്ച്വലായിരുന്നു. അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇന്ദിരാഗാന്ധിക്ക് അയക്കുന്ന കത്തുകൾ. നെഹ്റുവിൻ്റെ ഒരു പുസ്തകം കൂടെ എടുത്ത് വെക്കുക. ഇന്ത്യൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി 25-30 പുസ്തകം എഴുതിയിട്ടുള്ളതാണ് പറയുന്നത്. ഈ എഴുതിയ ചില ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം ആരാണ് എഴുതി കൊടുത്തത്. നെഹ്റു എന്ന് പറയുന്ന മനുഷ്യൻ ഹൈലി ഇൻ്റലക്ച്വലായിരുന്നു. അയാൾക്ക് ഇന്ത്യയെപ്പറ്റി തിരിച്ചും മറിച്ചും കലയ്ക്കും മുഴുവനും പഠിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മുമ്പിൽ ഈ മോദി എന്ന് പറഞ്ഞ കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച 4ാം ക്ലാസ്സുകാരൻ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നത്? ആലോചിച്ച് നോക്ക്. ആ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത മനുഷ്യനാണ് ഈ ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടാണ് ഈ നെഹ്റുവിനെ അറിയാവുന്നവരെല്ലാം ഈ BJPയുടെയും മോദിയുടെയും ഈ നരേറ്റീവ്സ് തള്ളി ദൂരെ കളയുന്നത്. കാരണം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം ആ രീതിയിലാണ് നെഹ്റു ഇന്ത്യ വാർത്തെടുത്തത്, ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തത്. ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യ ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറി. അതതിൻ്റെ കാര്യം. ഇതേപോലെ അന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതേപോലെ ഈ ഹിന്ദു മുസ്ലിം പ്രശ്നം? അന്ന് ഇതിനേക്കാളും തീവ്രമായിരുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷൻ. ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നു, അവിടെയുള്ള ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരുന്നു. ഇതിനേക്കാളും തീവ്രമായിരുന്നു. പക്ഷെ അതിനെയെല്ലാം മയപ്പെടുത്തി അതിനെയൊക്കെ സ്വാധീനിപ്പിച്ച്, അങ്ങനെയല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവാണ് എന്ന രാജ്യം ആദ്യമായിട്ട് പറയുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു. അതുകൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന മോദിയുമായിട്ടുള്ള ബന്ധപ്പെട്ട നരേറ്റീവ്സിനൊന്നും ലൈഫില്ല. അത് കുറച്ച് കഴിയുമ്പം അത് ബറീഡ്, അതൊക്കെ ചുമ്മാ മണ്ണിൽ ഒന്നുമല്ലാതായി മാറും. പക്ഷെ നെഹ്റുവിനെ പറ്റിയും നെഹ്റു എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും, അദ്ദേഹം നടത്തിയ പാർലമെൻറ്റിലെ പ്രസംഗങ്ങൾ, അദ്ദേഹം യുണൈറ്റഡ് നേഷനിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ പറ്റി പറഞ്ഞതും അത് ലോകത്തെവിടെ ആർക്കും വായിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു 5% നെഹ്റു നടത്തിയ ഒരു പ്രസംഗം നടത്താൻ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിയുകയില്ല. കാരണം ടെലിപ്രോംപ്റ്റർ നോക്കി ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു, എഴുതുന്നു, അത് ആരെങ്കിലും എഴുതി കൊടുക്കുന്നു, അത് വായിക്കുന്നു. നെഹ്റു അങ്ങനെ ആയിരുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവിയൻ സ്കൂൾ ഓഫ് തോട്ട്സും നെഹ്റുവിയൻ ഫിലോസഫിയും ഇന്നും ലോകത്തിന് പ്രാധാന്യമുള്ളത്, ഏറ്റവും പ്രാധാന്യമുള്ളത്. പട്ടിണി രാജ്യമായിരുന്നു, സ്റ്റാർവേഷൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്നത്തെ കാലത്ത് ഇവിടെ അഗ്രികൾച്ചർ ലാൻഡ്, ഈ പഴയ ലാൻഡൊക്കെ ഉണ്ട്. പക്ഷെ അവിടുന്ന് അന്നുണ്ടായിരുന്ന ഗവൺമെൻറ് ഈ പറയുന്ന വർഗീസ് കുര്യനെ അമേരിക്കയിൽ പഠിക്കാൻ വിടുന്നു, അയാൾ തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിൽ ക്ഷീരവിപ്ലവം ഉണ്ടാവുന്നത്. MS സ്വാമിനാഥൻ, മറ്റൊരു മലയാളി, ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവരുന്നു. അതിനെ സഹായിക്കാനായിട്ട് അമേരിക്കൻ സയൻറ്റിസ്റ്റ് വരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ പട്ടിണി മാറുന്നത്. ഇതൊന്നും തമാശയൊന്നുമല്ല ഇവർ കൊടുത്ത കോൺട്രിബ്യൂഷൻ. നോക്കുക, ഇന്ത്യയുടെ മെഡിക്കൽ, അതായത് ആരോഗ്യരംഗം, നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല ഇതേപോലെ വലിയ മെഡിക്കൽ കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ടും റിസർച്ചും ഒന്നും നടത്താൻ. ആ സമയത്താണ് അമേരിക്കൻ USAID റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ രണ്ടുപേരും കൂടെ ജോയിൻ്റ് ആയിട്ട് പണം കൊടുത്ത് അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ഉണ്ടാക്കിയതാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മനസ്സിലാക്കുക, ഈ പറയുന്ന സംഘപരിവാർ കോപ്പന്മാരെ, അവരാണിത് കൊണ്ടുവന്ന് ഇന്ത്യക്കാരെ പഠിപ്പിച്ചെടുക്കുന്നത്, നല്ല ഡോക്ടേഴ്സ് ആക്കുന്നത്. IIT, കാൺപൂർ IIT ആരാ ഉണ്ടാക്കിയത്? USAIDും ഈ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. അവരാണ്. എന്നിട്ട് അമേരിക്കയിലെ MIT, പല 5 പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, 5-6 യൂണിവേഴ്സിറ്റികൾ ഒരുമിച്ച് വന്ന് അവർ നടത്തിയ റിസർച്ച് ഉണ്ടാക്കിയെടുത്താണ് IITയുടെ കാൺപൂർ IIT. പിന്നെ പല IITകളുണ്ടായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അതും അവരാ വന്ന് ചെയ്തത്. ഇതാണ് ഇന്ത്യയിലുണ്ടായത്. കാരണം നെഹ്റു പോയി ഈ അമേരിക്കയോട് റിക്വസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അന്നൊന്നും അമേരിക്ക എവിടെയും പോയി ഇൻവെസ്റ്റ് ചെയ്തൊന്നുമില്ലായിരുന്നു. അവർക്ക് USAID ഉണ്ട്, എയ്ഡുണ്ട്. അവർ ഇൻവെസ്റ്റ്, കാരണം റിക്വസ്റ്റ് ചെയ്ത് സംഭവം ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഡോക്ടേഴ്സും ഇന്ത്യൻ എൻജിനീയേഴ്സും ഗ്ലോബലി വലിയ സംഭവമായി മാറിയത്. ബേസ് ഇട്ടതെല്ലാം നെഹ്റുവാണ്. ഇന്ദിരാഗാന്ധി അത് ഫോളോ ചെയ്തു. നെഹ്റുവിന് അബദ്ധം പറ്റി, ഉറപ്പായിട്ടും അബദ്ധം പറ്റി. അദ്ദേഹം ഈ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, കാരണം നെഹ്റു എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചറും എക്കോണമി എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ അദ്ദേഹം കൂടുതലായിട്ട് പാർട്ടായി. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിക്കും പറ്റിയ സംഭവമാണ് ബാങ്ക് നാഷണലൈസേഷൻ. അതായത് പല ഗവൺമെൻറ് ഓഫ് പ്രൈവറ്റ് എൻ്റർപ്രൈസ് മുഴുവനും നാഷണലൈസ് ചെയ്തു. അത് ബ്ലണ്ടർ സംഭവം ഉണ്ടായത്. അതിൻ്റെ പേരിലാണ് നമ്മൾ പിന്നീട് നമ്മുടെ എക്കോണമി വളരെ വീക്കായി മാറിയത്. അതുകൊണ്ടാണ് നമ്മൾ ലിബറലൈസേഷൻ കൊണ്ടുവരുന്നത്. ഇപ്പം ഇന്ത്യയുടെ അടിത്തറ ഉണ്ടാക്കിയെന്ന് പറയുന്നത് നെഹ്റുവിയൻ തോട്ട്സും നെഹ്റുവിയൻ ഫിലോസഫിയാണ്. നെഹ്റുവിയെ കാരണം ദീർഘവീക്ഷണമായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എങ്ങോട്ട് പോകണം, അതിനെ സമ്പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഈ സംഭവങ്ങൾ, ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ഇതിനെ മുഴുവനും നാഷണലൈസ് ആ രീതിയിലോട്ട് കൊണ്ടുവന്നു. പിന്നീട് പല അമേരിക്കൻ കമ്പനികളും ഇന്ത്യയിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ. അവരെല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് പോകേണ്ട ഗതികേട് വന്നു. അത് ഇന്ത്യയെ സാരമായിട്ട് ബാധിച്ചു. പിന്നെ ഇന്ത്യ ചൈന ഇഷ്യൂവിൽ ഈ നെഹ്റു വിചാരിച്ചത് എന്തുവാ, റഷ്യ ഇന്ത്യ അനുകൂലിക്കുക. അതുണ്ടായില്ല. റഷ്യ ചൈനയുടെ കൂടെ നിന്നു. 1971 വാർ, ഇന്ത്യ അമേരിക്ക ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. അതോടുകൂടി ആ ബന്ധം നമ്മൾ വീണ്ടും അത് രണ്ടാമത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടുള്ള ആൾ, അതിനേക്കാളും വലിയ ഉടക്കായിരുന്നു ആ സമയത്ത്. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് നെഹ്റു ഇന്ത്യക്ക് ചെയ്ത ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അയാൾ ഗുരുവായിട്ടൊന്നുമല്ല പോയത്. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഓരോ ഇന്ത്യക്കാരൻ്റെ പൾസും വേദന അറിയാവുന്ന ഒരു മനുഷ്യനും കൂടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണം, നല്ലൊരു ജനാധിപത്യ വിശ്വാസിയായിരുന്നു, എല്ലാത്തിനും ഫ്രീഡവും കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഈ പറയുന്ന നെഹ്റു ഇടുന്നത്. അതിനെ കുറച്ചെങ്കിലും നശിപ്പിച്ചു എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയാണ്. അത് ചരിത്രത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മുഴുവനും തള്ളായിരുന്നു.
ഗുരുവാകുന്നു, കുരുവാകുന്നു, അത് ചെയ്തു, മുഴുവനും തള്ളോട് തള്ള്. ഉറപ്പായിട്ടും നാഷണൽ ഹൈവേസ് കൊണ്ടുവന്നു, ഇന്ത്യയിൽ വേണ്ട പലയിടത്തും എയർപോർട്ടുകൾ കൊണ്ടുവന്നു. പക്ഷേ അതിൻ്റെ 3-ാമത്തെ വർഷമാകുമ്പോൾ നമ്മൾ കണ്ട 2-ാമത്തെ വർഷത്തിൻ്റെ പകുതി മുതൽ ഈ പണിത പല നാഷണൽ ഹൈവേകളും പൊളിയാൻ തുടങ്ങി. അതായത് കൃത്യമായ രീതിയിലുള്ള ഒരു റിസർച്ചും പരിപാടിയും ഇല്ലാതെ അറിയുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്ത് അതിനെ അങ്ങ് നശിപ്പിച്ചു. അഡാനിയെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ടുവരുന്നു, ഇവരെ കൊണ്ടുവരുന്നു. അത് വലിയ സെറ്റ് ബാക്ക് തന്നെയാണ്. അതായത് ഈ പറയുന്ന നരേന്ദ്രമോദി ഇന്ത്യക്ക് ചെയ്ത ഇന്ത്യക്ക് വളർച്ച ഉണ്ടായി. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ പോക്കെന്ന് പറഞ്ഞാൽ താപ്പോട്ടാണ് പോകുന്നത്. ആ രീതിയിലാണ് നരേന്ദ്രമോദി, അതായത് ഗ്ലോബലായിട്ട് ഇന്ത്യക്ക് വലിയ പേര് കിട്ടി. ചേരാ നയം, നമ്മൾ ഈ പറയുന്ന അമേരിക്കയുടെ മുഴുവൻ കാര്യങ്ങളും കേൾക്കുകയില്ല. ചൈന, ഈ നമുക്കൊരു നയത്തിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. ആ നയത്തെ എല്ലാം മാറ്റി മോദി ഇത് അമേരിക്കയുടെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തു. ഇപ്പോഴും അത് സറണ്ടർ ചെയ്യാൻ വേണ്ടി നടക്കുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. കാരണം എന്താണ് നെഹ്റു ഇന്ത്യക്ക് ചെയ്ത കോൺട്രിബ്യൂഷൻ, അതിൻ്റെ 1000-1 പോലും ചെയ്യാൻ കഴിയാത്ത ഫേക്ക് സർട്ടിഫിക്കറ്റ് ഹോൾഡറായ മോദിയെ കൊണ്ട് ഈ പറയുന്ന നരേറ്റീവ്സും തള്ളലും മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. നെഹ്റു ഇന്ത്യക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻ കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഉണ്ടായതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ. അല്ലാതെ മോദി ഒരു കുന്തോ ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. കള്ളത്തരങ്ങളും തള്ളുകളും മാത്രമാണ് ആൾക്കാരെ വിശ്വസിപ്പിച്ചു. ഇവിടെ ഹിന്ദു മുസ്ലിം അടിയുണ്ടാക്കി, ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ അടിയുണ്ടാക്കി, ഹിന്ദു സിഖ് അടിയുണ്ടാക്കി, ഇന്ത്യയിൽ മുഴുവനും അടിയുണ്ടാക്കി, അതിനകത്തുനിന്ന് ഒരു പൊളിറ്റിക്സ് ഉണ്ടാക്കി, അതിനകത്ത് ഹിന്ദുത്വ പൊളിറ്റിക്സ് കയറി അയാൾ എല്ലായിടത്തും ഇലക്ഷന് ജയിച്ച് ഇന്ത്യയെ നശിപ്പിക്കുന്ന രീതിയിൽ ഗ്ലോബലായിട്ടും അതിൻ്റെ ഇമേജ് തകർത്ത ഒരു പ്രധാനമന്ത്രിയാണ് മോദി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.